റമദാൻ നോമ്പുകാലം ഓരോ നാടിനും ഓരോരോ ഓർമ്മകളിലേക്ക് തിരിച്ചു പോകാനുള്ള കാലം കൂടിയാണ്. നാടിന് പേരു വന്നതിൻ്റെ ചരിത്രമാണ് മലപ്പുറം വണ്ടൂർ തിരുവാലി പത്തിയാരുകാലുകാർക്ക് പങ്കുവയ്ക്കാനുള്ളത്. തണൽ വിരിച്ചു നിൽക്കുന്ന വലിയ ആലുകളാണ് കാരക്കുന്ന് തിരുവാലി പാതയുടെ ഒരു പ്രത്യേകത. റോഡ് വീതി കൂട്ടാൻ പല ആലുകളും വെട്ടിവീഴ്ത്തേണ്ടി വന്നുവെങ്കിലും ഇന്നും ഈ വേനൽക്കാലത്ത് തണൽ വിരിച്ച് യാത്രികർക്ക് ആശ്വാസം നൽകുന്ന ആലുകൾ ഒട്ടേറെ ബാക്കിയുണ്ടിവിടെ. മഞ്ചേരിയിൽ നിന്നും വണ്ടൂരിലേക്ക് പോകുന്ന ഈ പാത പണ്ട് മുതൽ തന്നെ നാട്ടിലെ പ്രധാന വഴികളിലൊന്നാണ്. കാളവണ്ടികളും കാൽനടയാത്രികരും മാത്രം നിറഞ്ഞ ഒരു കാലത്ത് ഈ ആൽമരങ്ങളിൽ ഒന്നിന് താഴെ ഒരു ഉമ്മൂമ്മ പത്തിരി കച്ചവടം നടത്തിയിരുന്നു. ആ ഉമ്മൂമ്മയുടെ പത്തിരിയിൽ നിന്നാണത്രേ ഈ നാടിൻ്റെ പേര് മുളപൊട്ടിയത്. ഉമ്മൂമ്മ പത്തിരി വിറ്റ ആൽമരം പത്തിരിയാലായി. കാലങ്ങൾക്ക് മുമ്പ് ഈ റോഡിൻ്റെ ഇരുവശങ്ങളിലായിട്ട് നിറയെ ആൽമരങ്ങൾ ഉണ്ടായിരുന്നൊരു കാലമുണ്ട്. അന്ന് 100 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ സാധാരണക്കാർ ജീവിച്ച് വരുമ്പോൾ അവർ വഴിയരികിലൂടെ യാത്ര ചെയ്ത് പോകുന്ന സമയത്ത് അവർക്ക് പത്തിരി ചുട്ട് ഒരു ഉമ്മ സേവനത്തിൻ്റെ, അതായത് സാമ്പത്തികം ഇല്ലാത്തവർക്ക് പോലും പത്തിരിയും കറിയും കൊടുത്ത് അങ്ങനെ ഒരു പത്തിരി ചുട്ട് വിൽക്കുന്ന ആൽ എന്നുള്ള രൂപത്തിൽ പത്തിരിയാൽ എന്ന് അറിയപ്പെടുകയുണ്ടായത്. അത് ക്രമേണ അത് പത്തിരിയാലായി മാറി. നോമ്പുകാലത്ത് മാത്രമല്ലായിരുന്നു ഉമ്മുമ്മയുടെ പത്തിരി കച്ചവടം. എന്നിരുന്നാലും പത്തിരി അടക്കമുള്ള പലഹാരങ്ങൾക്ക് പ്രിയമേറുന്ന ഈ കാലത്ത് ഈ നാടിന് പേര് നൽകിയ പേരറിയാത്ത ആ ഉമ്മുമ്മയെ ഓർക്കുകയാണ് പത്തിരിയാലുകാർ. ന്യൂസ് 18 മലപ്പുറം.